ചേർന്നിട്ടാണ് നമ്മളിവിടെ ഈ കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം എൻ്റെ സുഹൃത്ത് മാധവസ്വാമിയും ഞാനും ചേർന്നിട്ട് 5 ഏക്കറോളം ഫീൽഡാണ് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ 1 മാസമാണ് ഇതിൻ്റെ പ്രായം. ഏകദേശം 12 മാസം കഴിയുമ്പോൾ ഇതിന് പൂക്കുല വരും. പൂക്കുല വന്നതിന് ശേഷമാണ് കരിമ്പ് മൂക്കുക. 12 to 14 മാസത്തിനിടയിൽ ഫാക്ടറിയിൽ നിന്നും നമുക്ക് ഓർഡർ വരികയും ഇത് വെട്ടാനുള്ള ബാച്ചിനെ അവർ തന്നെ പണിക്കാരെ ലേബേഴ്സിനെ നമുക്ക് ഇങ്ങോട്ട് സപ്ലൈ ചെയ്യുകയും ചെയ്യും. അവർ വന്ന് ഇവിടെ നിന്ന് വെട്ടി അവരുടെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. നമ്മൾ അവിടെ ഫാക്ടറിയിലേക്ക് ചെന്നതിന് ശേഷം കരിമ്പിൻ്റെ തൂക്കം നോക്കുക. ഇതാണ് നമ്മൾ ചെയ്യുക. നമ്മളുടെ പൈസ സബ്സിഡി അടക്കം നമ്മളുടെ അക്കൗണ്ടിലേക്കാണ് വരിക. കർണാടക സർക്കാരും അതുപോലെ തന്നെ ഫാക്ടറിക്കാരും ചേർന്നിട്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള ഫാക്ടറികളാണ് ഇവിടെ കൂടുതലും പ്രവർത്തിക്കുന്നത്, ചേർന്നിട്ട് ഇവിടുത്തെ കൃഷിക്കാരനെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുന്നതാണ് ശരിക്കും കരിമ്പ്. ഇനി നമ്മൾ കരിമ്പ് നടുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ കൾട്ടിവേഷനെ കുറിച്ചാണ് ആദ്യം പറയുക. അതായത് നമ്മളൊരു ഭൂമി, പ്രത്യേകിച്ചും കരിമ്പിന് ഏറ്റവും നല്ല ഭൂമി എന്ന് പറയുന്നത് ചുമന്ന ചരള് ഭൂമിയാണ് ഏറ്റവും നല്ല രീതിയിൽ ഇത് കൃഷി ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഡ്രിപ്പ് ഇറിഗേഷനിലൂടെയും വെള്ളം വിട്ടുമുള്ള 2 രീതിയിലുള്ള നന നടക്കും, അതുപോലെ തന്നെ ജെറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ള നനയും. അപ്പോൾ ആദ്യം നമ്മൾ ഭൂമി ഇളക്കുന്നത് ഇവിടെ ഡിസ്കിലാണ്. ഡിസ്കിൽ ഭൂമി മറച്ചിട്ടതിന് ശേഷം അത് റൊട്ടവേറ്റർ അടിച്ച് പൗഡറാക്കും. അതിനുശേഷം ബെഡ് മേക്കർ ഉപയോഗിച്ച് ബെഡ് കെട്ടുകയാണ് ചെയ്യുക. പൂർണ്ണമായും യന്ത്രവൽകൃത കൃഷിയാണ് കർണാടക സ്റ്റേറ്റിലെല്ലാം നടക്കുന്നത്. ബെഡ് മേക്കർ ഉപയോഗിച്ച് നമ്മൾ ബെഡ് വെട്ടിയതിന് ശേഷം അതിന് മുകളിലേക്ക് കരിമ്പിൻ്റെ നടീൽ വസ്തു കരിമ്പ് തന്നെയാണ്. അത് നമ്മൾ ആ ബെഡിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ 2 അടി 1.5 അടി കണക്കാക്കി ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുക. വെറുതെ പണിക്കാർ ഏകദേശം ഒരു 1.5 അടി നീളമുള്ള കരിമ്പിൻ്റെ നടീൽ വസ്തു കരിമ്പ് തന്നെ ഇട്ടിട്ട് മുമ്പിൽ പോകുന്നു. അതിൻ്റെ പുറകെ കാളയെ പൂട്ടിക്കൊണ്ട് കാള മുമ്പോട്ടേക്ക് പോകുന്ന സമയത്ത് 2 വശത്തേക്കും ഈ വശത്തേക്കും ആ വശത്തേക്കും മണ്ണ് വീഴുന്ന രീതിയിലുള്ള നേകിലുകൾ ഇവിടെയുണ്ട്. ആ നേകിൽ ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിലേക്ക് മണ്ണിടുകയാണ് ചെയ്യുക. അതിനുശേഷം ഡ്രിപ്പ് ഇറിഗേഷൻ നടത്തുന്നു. ഏകദേശം ആദ്യത്തെ വളം എന്ന് പറയുന്നത് ഏക്കറിന് 1 ബാഗ് യൂറിയയാണ് ആദ്യമായി നമ്മളൊരു വളം ഇട്ട് കൊടുക്കുക. ഏക്കറിന് 1 ബാഗ് യൂറിയ. അതിനുശേഷം വീണ്ടും 2 വളപ്രയോഗമാണ് കരിമ്പിന് വേണ്ടത്. ഈ 2 വളപ്രയോഗങ്ങളും NPK, അതായത് ഫോസ്ഫറസ്, നൈട്രജൻ, പൊട്ടാഷ്, ഇത് 3ഉം 2 തവണ ആയിട്ട് മിക്സ് ചെയ്ത് ഈ ആദ്യത്തെ 8 മാസത്തിനുള്ളിൽ ഇട്ട് കൊടുക്കുന്നതോടെയാണ് കരിമ്പിന് ഏകദേശം ആവശ്യമായ വളപ്രയോഗങ്ങളാകുന്നു. പ്രത്യേകിച്ച് സ്പ്രേയോ മറ്റ് കാര്യങ്ങളോ ആവശ്യമില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രം ഏകദേശം ഒരു ഗ്രീനിഷ് കാര്യങ്ങൾ കുറവാണ് എങ്കിൽ മാത്രം നമ്മൾ അവിടെ ഏതെങ്കിലും മൈക്രോന്യൂട്രൻസ്, സെക്കൻഡറി മൈക്രോന്യൂട്രൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ പുതിയൊരു രീതി, പൂർണ്ണമായും ജൈവ രീതിയിൽ ചെയ്യുന്ന കരിമ്പിൻ തോട്ടങ്ങളുമുണ്ട്. ഈ തോട്ടം ജൈവ രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. എങ്കിലും കരിമ്പിന് പൊതുവെ മറ്റ് കൃഷികളെ വെച്ച് നോക്കുമ്പോൾ രാസവളങ്ങളോ അല്ലെങ്കിൽ വലിയ കീടനാശിനി പ്രയോഗങ്ങളോ പൊതുവെ കുറവാണ്. കാരണം പൊതുവെ രോഗങ്ങളോ കാര്യങ്ങളോ ഇതിനെ ആക്രമിക്കാറില്ല. ഇതിൻ്റെ ഇലയാണെങ്കിലും ഇച്ചിരി എന്താ പറയുക, അരം കൂടുതലാണ്. ഈ അരം കൂടുതലായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു പുഴുശല്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവാറില്ല. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചാൽ കൈ പോലും മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് പൊതുവെ നമുക്ക് കീടനാശിനികൾ അധികം ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം പൊതുവെ വരുന്നില്ല. പിന്നെ ഫംഗിസൈഡ് ഒരു പ്രാവശ്യം ചിലപ്പോൾ ഉപയോഗിച്ച് കൊടുക്കേണ്ടി വരും. ഇതാണ് നമുക്ക് കരിമ്പിന് ഏക ഒരു കുമിൾ ബാധ എന്ന് പറയുന്നത്. ഇതാണ് ലിറ്റിൽ ലീഫ് എന്ന് പറയും. ഈ ലിറ്റിൽ ലീഫ് അഥവാ വരികയാണെങ്കിൽ പൊതുവെ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ M45 മാംഗോ സബ് 75% വീര്യമുള്ള മാംഗോ സബ് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ശരിയായി വരികയും ഇതിൻ്റെ കൂമ്പ് നൂർന്നു വരികയുമാണ് ചെയ്യുക. മറ്റ് പ്രത്യേകിച്ചൊരു കീട കുമിൾനാശിനി പ്രയോഗങ്ങൾ കരിമ്പ് കൃഷിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. ഇതാണ് ഇപ്പോൾ ഏകദേശം നമുക്ക് ഒരു വിളവിന് പാകമായിരിക്കുന്ന കരിമ്പ്.
ഈ കരിമ്പ് ഏകദേശം ഒരു 14 മാസം ആവാനാവുന്നു. ഇനി ഇതിന്റെ മുകളിൽ ഒരു പൂവും കൂടി വന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ കരിമ്പിന്റെ വളർച്ച പൂർത്തിയായി എന്ന് പറയാം. കരിമ്പിന്റെ വളർച്ച പൂർത്തിയായി കഴിഞ്ഞാൽ ഫാക്ടറി അവിടെ വന്ന് ലേബേഴ്സിനെ അയക്കുകയും അവർ വന്ന് ഇത് വെട്ടി നമുക്ക് ടെണ്ണിലാണ് ഇതിന്റെ തൂക്കം വരിക. ഫാക്ടറിയിൽ കൊണ്ടുപോയി അവിടെ നിന്നാണ് ഇത് തൂക്കുക. അതുപോലെ തന്നെ ഏകദേശം ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് ടെണ്ണിന് 3000 രൂപ ഇന്ന് വരെയുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കരിമ്പ് കൃഷിയെ കുറിച്ച് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ. ഈ കരിമ്പ് ഇപ്പൊ ഏകദേശം 2 വളപ്രയോഗം കഴിഞ്ഞ കരിമ്പാണ്. 2 വളപ്രയോഗവും ഒരു പൊടി വളവും അങ്ങനെയാണ് പറയാം. 3 വളം, അതിൽ മെയിനായിട്ട് 2 വളമാണ്. പ്രത്യേകിച്ച് സ്പ്രേയോ കാര്യങ്ങളോ ആവശ്യമില്ലാത്ത കരിമ്പാണ്. ഈ കരിമ്പിന് ഇനി ഒരു പൂവ് കൂടി വന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ കരിമ്പിന്റെ വളർച്ച പൂർത്തിയായെന്ന് പറയാം. നിലവിൽ പൂ വരുന്നതിന് മുമ്പും ഫാക്ടറിയിൽ പഞ്ചസാരയുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഇതിന്റെ കട്ടിങ്. 12 മാസത്തിൽ മൂപ്പാവുമെങ്കിലും ചിലപ്പോൾ 14 മാസം വരെയൊക്കെ ചില സമയങ്ങളിൽ, അതായത് കരിമ്പ് കൃഷി കൂടുതലുള്ള വർഷങ്ങളിലൊക്കെ അല്ലെങ്കിൽ സീസണുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. 14 മാസത്തിന് ശേഷമൊക്കെ വെട്ടിപ്പോകുന്ന അവസരങ്ങളുണ്ട്. 14 മാസം വരെയും കരിമ്പിന് കുഴപ്പമില്ല. 14 മാസത്തിന് ശേഷം നമുക്ക് ഇതിന്റെ തൂക്കത്തിൽ കുറവ് വരികയാണ് ചെയ്യുക. അതുപോലെ തന്നെ കമ്പനികൾക്കും ആ സമയത്ത് ശരിക്കും യഥാർത്ഥ ഉൽപാദനം അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പഞ്ചസാരയുടെ അളവ് ലഭിക്കുകയില്ല. മൂപ്പ് കൂടുതലാവും തോറും ഇതിന്റെ ഈ തോടിന്റെ കട്ടി കൂടുകയും അതിന്റെ ഉള്ളിലുള്ള കാമ്പ് കുറയുകയും ചെയ്യും. അത് കമ്പനികൾക്കും നഷ്ടമാണ്. അതേപോലെ ഒരു 15 മാസത്തിന് ശേഷം പിന്നെ ഇതൊരു പൊങ്ങായി പോകുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ ഇതിന്റെ തൂക്കം വീണ്ടും കുറയും. അപ്പൊ കർഷകന് നഷ്ടം വരും. അപ്പൊ 14 മാസത്തിനുള്ളിൽ കട്ടിങ് നടക്കുകയാണെങ്കിൽ ഏകദേശം ഇപ്പോൾ ഉള്ള ഒരു 3000 രൂപ ടെണ്ണിന്റെ വില ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വലിയ ഒരു റിസ്ക് ഇല്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു കൃഷിയാണ്. വളരെ ലാഭകരമായി ചെയ്യാവുന്നതാണ്. സർക്കാരിന്റെയും മറ്റ് ഏജൻസികളുടെയും സഹായ സഹകരണങ്ങൾ കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങളിലുണ്ട്. തീർച്ചയായിട്ടും ധാരാളം ആളുകൾ നമ്മളുടെ കേരളത്തിൽ നിന്നും ഇവിടെ വന്ന് കരിമ്പ് കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. വലിയ വലിയ തോട്ടങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതാണ് നമുക്ക് കരിമ്പ് കൃഷിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ വെല്ലം ആക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വെല്ലം ഉണ്ടാക്കുന്ന ആലമന എന്ന് പറയും. ആലമനയിലേക്ക് പോകാം. ഇതിപ്പോ നമ്മള് തോട്ടത്തിൽ നിന്ന് വെട്ടി ഇവിടെ എത്തിച്ചിരിക്കുന്ന നമ്മളുടെ കരിമ്പാണ്. ഈ കരിമ്പിനെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യം ചെയ്യുന്നത്, ഒരുപക്ഷെ നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിരിക്കും, കരിമ്പിൻ ജ്യൂസ് അടിക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് ഈ കരിമ്പിനെ നമ്മൾ ഈ മെഷീന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തി വിടുന്നു. ഈ മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഇതിന്റെ ഈ ഒരു ദ്രാവകം ഇവിടെ വന്ന് ചാടുകയാണ് ചെയ്യുക. ശരിക്കും നമ്മൾ കരിമ്പിന്റെ ജ്യൂസ് അടിക്കുന്ന അതേ പർപ്പസാണ്. അതിന്റെ വേസ്റ്റ് അതിലെ പോയി പുറത്ത് ചാടും. ആ വേസ്റ്റാണ് ശരിക്കും ഈ കരിമ്പ് നമ്മൾ ഇതിന്റെ ലായനി ബെല്ലമാക്കുന്ന സമയത്ത് കത്തിക്കാനുള്ള ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഇതിനകത്ത് ഒന്നും വേസ്റ്റ് ഇല്ല. ആ സാധനം തന്നെ എടുത്ത് കത്തിച്ചിട്ടാണ് നമ്മൾ ശരിക്കും ബെല്ലം ഉരുക്കിയെടുക്കുന്നത്. ഇതിലൂടെ വന്ന് ഇതിൽ ചാടുന്നു. ഇവിടെ നിന്നും ഒരു പൈപ്പ് മുഖേന അത് ഈ ആലമന, അതായത് ഈ വെല്ലം ഉണ്ടാക്കുന്ന ഈ യൂണിറ്റിന്റെ ഉള്ളിൽ വലിയ പ്ലാസ്റ്റിക്കിന്റെ ഡ്രമ്മുകളുണ്ട്. ഏകദേശം 2000 ലിറ്ററിന്റെ ഒരു ഡ്രമ്മാണ്. ആ ഡ്രമ്മിലേക്ക് പോയി ചാടുകയും അവിടെ നിന്നും അത് വേവിക്കുന്ന പാത്രത്തിലേക്ക് വന്ന് വീഴുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ പ്രൊസീജിയർ. തുടർന്നും നമുക്കിനി അതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് കാണാം. ഇതിപ്പോ നമുക്ക് ഏകദേശം തിളച്ച് പാകമായിരിക്കുന്ന ഒരു കരിമ്പിന്റെ സ്ലറിയാണ്. ഈ സ്ലറി ഏകദേശം ഇവർക്കൊരു മൂപ്പുണ്ട്. അത് തിളച്ച് വരുന്നതിന്റെ ഒരു പാകമുണ്ട്. ആ പാകമായി കഴിയുമ്പോൾ ശരിക്കും ഇവര് ഇതിനെ ഓപ്പൺ ചെയ്യാണ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ ഈ സ്ലറി വന്നിട്ട് ഇത് തോണി എന്ന് പറയും. ഈ തോണിയിലേക്ക് വന്ന് വീഴുകയാണ് ചെയ്യുക. ഈ തോണിയിലേക്ക് അത് വന്ന് വീണതിന് ശേഷം അതാണ് ഇതിന്റെ അച്ച്. ഈ അച്ചിലേക്കാണ് ശരിക്കും ഈ കരിമ്പിന്റെ സ്ലറി ഒഴിച്ചിട്ട് അതിനെ ഇവര് ഡ്രൈ ആക്കുന്നത്. ഇവിടെ വന്ന് ഈ തോണിയിൽ വീഴുന്ന ഈ സ്ലറിയെ ഇതിലേക്ക് കോരി ഒഴിക്കുകയും അവിടെ വെച്ച് അത് ഡ്രൈ ആക്കിയതിന് ശേഷം അത് കമത്തി വെച്ച് ഇതിലേക്ക് തട്ടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ നാട്ടിലുള്ള ബെല്ലം, ആ ബെല്ലം നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും ബെല്ലം ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഈ സ്ലറി
ഇപ്പൊ തിളച്ച് ഏകദേശം പാകമായി. ഇനിയിപ്പോ അത് ഇപ്പൊ ഒരു ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വെള്ള വെല്ലം, കറുത്ത വെല്ലം, ഇങ്ങനെ രണ്ട് ഇനം വെല്ലമാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ വരിക. ശരിക്കും വെല്ലം കറുത്തിട്ടാണ് ഇരിക്കുക. സാധാരണ വെല്ലം കറുത്താണ് ഇരിക്കുക. അപ്പൊ നമുക്ക് വെള്ള വെല്ലം വേണമെങ്കിൽ ഇവിടെ ഇപ്പൊ ഈ കാണുന്ന ഒരു പൗഡർ, ഈ ഒരു പൗഡർ നമ്മൾ വെല്ലത്തിലേക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് വെള്ള വെല്ലമാവും. അല്ല, അത് പൗഡർ ചേർക്കാതെ ആ സ്ലറി അങ്ങനെ തന്നെ അതിൽ നിന്നൊഴുക്കി മറ്റു പൗഡറുകൾ ചെയ്യുന്നില്ല എങ്കിൽ അത് കറുത്ത വെല്ലമായിട്ടാണ് വരിക. ഇതാണ് ഇതിന്റെ അച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് ഒരു സെക്ഷൻ സ്ലറി ഏകദേശം പുറത്തിറങ്ങിയതിന് ശേഷം അടുത്ത സ്ലറിയാണ് അവിടെ ചാടിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ലറിയാണ് ഏകദേശം 1.5-2 മണിക്കൂറോളം തീയിൽ വേവിച്ച് ഈ ഒരു പരുവത്തിലേക്കാക്കി അതിലുള്ള ജലാംശം പൂർണ്ണമായും കളഞ്ഞതിന് ശേഷം ഈ ഒരു ലിക്വിഡ് ദ്രാവക രൂപത്തിലേക്ക് ആക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ അച്ച്. ഈ അച്ചിലേക്ക് ഇപ്പോൾ ഇത് തണുത്തതിന് ശേഷം ചെറിയൊരു ഇളം ചൂടിൽ ഇതിലേക്ക് ഒഴിച്ചു വെക്കുകയാണ് ചെയ്യുക. ഒഴിച്ചു വെച്ച് ഒരു 15-20 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് ഇത് നന്നായി തണുത്തതിന് ശേഷം കട്ടിയായി നമ്മളുടെ സാധാരണ വെല്ലം എങ്ങനെയാണോ നമുക്ക് നമ്മളുടെ കൈകളിൽ ലഭിക്കുക അതേ ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇതിനെ മറിച്ചിട്ടിട്ട്